ഒക്കെ നനഞ്ഞു. മഴയായിട്ടൊരു സ്ഥലത്ത് മര്യാദയ്ക്ക് വെക്കാൻ ഒന്നിനും ഒരു വഴിയില്ല. അല്ല, ഈ വിറകും കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്താക്കാനാ? ചോറ് വെക്കാനോട്ടോ അരിയില്ല, പച്ചക്കറി വാങ്ങാനോ ഒരു സാധനം ഇല്ലല്ലോ. മീൻകാരും വന്നതാ അവിടെ നിൽക്കുന്നു. പോയോ? എന്താ ചെയ്യാ? ഇപ്പൊ പൈസ ഇല്ലാണ്ട് എന്താക്കും? റേഷൻ അരിയാണെങ്കിൽ 4 ഇല്ലാണ്ട് അതൊക്കെ വാങ്ങി ചോറും വെച്ച് കഴിഞ്ഞു. ഞാൻ ആരോടെങ്കിലും ഒരു 10-500 വാങ്ങട്ടെ. ആരോടെ വാങ്ങുക? അപ്പോ ഒരുവിധമുള്ള ആൾക്കാരോടൊക്കെ വാങ്ങി. ചന്ദ്രേട്ടൻ്റെ അടുത്ത് പോകട്ടെ. അല്ല, ചന്ദ്രേട്ടൻ്റെ അടുത്ത് എങ്ങനെ പോകും? അന്ന് 5000 വാങ്ങിയിട്ടുണ്ട്, അത് കൊടുത്തിട്ടില്ല. ഇല്ല, അത് 4-5 മാസം അതവർ മറന്നിട്ടുണ്ടാവും. വേറെ ആരും ചോദിച്ചാൽ തരില്ലേ? അവിടെ തന്നെ പോയിക്കോട്ടെ. അവർക്ക് മറവി കുറച്ച് കൂടുതലായതുകൊണ്ടേ അവരങ്ങ് തരും. ചന്ദ്രേട്ടൻ്റെ അടുത്ത് ചോദിക്കേ, ഗിരീഷിൻ്റെ അടുത്ത് ചോദിക്കേ വേണ്ട. അവൻ്റെ അടുത്ത് വന്ന് വാങ്ങിയിട്ടുണ്ട് 500. അങ്ങനെ സുഗതി അവിടെ ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ആര്? സുമതിയോ? ചന്ദ്രേട്ട, ഞാൻ ഒരു കാര്യത്തിന് വന്നതായിരുന്നു. സുഗതി ഇല്ലാലോ ഇവിടെ? സുഗതി ഇവിടെ ഇല്ലല്ലോ. എന്താ കാര്യം? അവളെ കാണണോ? വേണ്ട വേണ്ട, സുഗതിനെ കാണേണ്ട ഒരു കാര്യമില്ല. ചന്ദ്രേട്ടനുണ്ടല്ലോ ഇവിടെ. ചന്ദ്രേട്ട, പിന്നെ ഒരു 500-1000 ഉണ്ടെങ്കിൽ തരുവോ? 2 ദിവസം കണ്ടങ്ങ് തരേ. തൊഴിലുറപ്പൊന്നും ഇപ്പൊ ഇല്ല, അത് കാരണം വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല. അല്ല സുമതി, നീ മുമ്പ് ഒരു 5000 രൂപ ഇവിടുന്ന് കടം വാങ്ങിച്ചു പോയതല്ലേ, അത് തിരിച്ചു കൊടുത്തോ? 5000 രൂപയോ? എന്റെ ചന്ദ്രേട്ടൻ, ഞാനെന്തിനോട് 5000 ചോദിക്കുന്നു? അങ്ങനെ 5000 ഇവിടെ തരാനുണ്ടെങ്കിൽ പിന്നെ 1000 ചോദിക്കാൻ വേണ്ടി സുമതി വരുവോ? ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ല. ഞാൻ വാങ്ങിയിട്ടില്ല. വാങ്ങിയിട്ട് തിരിച്ചു തരില്ലേ? അല്ല സുമതി, നീ വാങ്ങിയിട്ടുണ്ട്. അത് 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞതാ സുഗിത. നീ തിരിച്ചു തന്നിട്ടില്ല. ഇയാൾക്ക് ഒടുക്കത്തെ ഓർമ്മയാണല്ലോ. അയ്യോ ചന്ദ്രേട്ടാ, എനിക്കൊരു തോന്നല് ഞാൻ തന്നു എന്നാണ്. തന്നില്ല അല്ലേ? എന്തായാലും ഒരു 1000 കൂടി തരി. 5000 കൂടെ 6000 ഒരുമിച്ച് തരാം. പിന്നെ എന്ത് ചെയ്യാനാ? തന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഈ വഴിക്കായിട്ട് വരാതിരിക്കുന്നത്. എനിക്കത് മറന്നു പോയിട്ടുണ്ടാവും. ഞാൻ കൊണ്ടു തരാം അത് 5000. നിങ്ങളിപ്പോ 1000 തന്നെ. സുമിതേ, എൻ്റെ ഒരു പൈസ ഇല്ല. ഓണാ വരുന്നത്. ഓണത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ തന്നെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. നീ ഒരു കാര്യം ചെയ്ത് ആദ്യം വാങ്ങിയ പൈസ 2-3 പ്രാവശ്യമായി തിരിച്ചു കൊണ്ടാ. അല്ല ചന്ദ്രേട്ടാ, അത് ഞാൻ മനഃപൂർവ്വം തരാതിരുന്നതല്ല, എനിക്കത് മറന്നതാ. അത് പോട്ടെ, അത് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഒന്നിച്ചങ്ങ് തിരിച്ചു തരാം. നിങ്ങളിപ്പോ 500 രൂപയെങ്കിലും തന്നേ. ഇത്തിരി സാധനങ്ങൾ വാങ്ങിട്ട് വരട്ടെ, ലോണല്ലേ വരുന്നത്. എൻ്റെ 1 രൂപ എടുക്കാനില്ല. നീ ഓരോരു കള്ളത്തരം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. കൊടു. ഇനിയിപ്പൊ ആരോടെ ചോദിക്കുക? പൈസ എന്തായാലും കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാനിപ്പോ? ദൈവം, പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണല്ലോ വന്നിരിക്കുന്നത്. അമ്മേ, പിന്നെ ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വരിക. എനിക്കൊരു അർജന്റായിട്ട് ഒരു 500 ഉറുപ്പിക്ക് പോയതാണ്. 2-3 വീട്ടിൽ പോയി ചോദിച്ചു, എവിടെയില്ല. പെൻഷൻ കിട്ടിയ പൈസ ഉണ്ടെങ്കിലേ ഒരു 500 രൂപ അങ്ങ് തന്നേ. പെൻഷൻ കിട്ടിയ പൈസയൊക്കെ ചെലവായി പോയി. 2000 ഉറുപ്പ്യല്ലേ കിട്ടുക? അതൊക്കെ ചെലവായി പോയില്ലേ? 200 ഉറുപ്പ്യ വാങ്ങിയല്ലോ, അത് തിരിച്ചു തന്നിട്ടില്ലല്ലോ. 200 രൂപ നിങ്ങളുടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ? നല്ല കാര്യായി. ഇതെന്താ ആൾക്കാർക്കൊക്കെ ഭ്രാന്താ? ഒരാള് പറയണു ഞാൻ എന്തോ പൈസ 5000-4000 ഒക്കെ വാങ്ങി, ഒരാൾ പറഞ്ഞു 200 വാങ്ങി. ഞാൻ ആരോട് 5 പൈസ കടം വാങ്ങിയില്ല. അങ്ങനെ വാങ്ങി നടക്കുന്നവളല്ല ഈ സുമതി. അവർക്ക് ഇത് തന്നെയാണ് പണി. നാട് മുഴുവൻ കടം വാങ്ങിയിട്ട് കൊടുക്കാത്തത് ഇത് തന്നെയാണ് പണി. ഒരിക്കലും വാങ്ങിയാൽ തരൂല. മോളെ, നീ എപ്പോഴാ വന്ന്? പിന്നെന്താ, ഓണമായിട്ട് നീ എന്താ ഇവിടെ വിരുന്ന് വന്നിരിക്കുന്നത്? ഭർത്താവിന്റെ വീട്ടിലെ ആള് വേണ്ടേ? ഞാൻ 2-3 ദിവസമായിട്ടല്ലോ വന്നിട്ട്. ഓണത്തിന് എന്തായാലും അങ്ങോട്ട് പോകും. പിന്നെ 1-ാം ഏട്ടൻ അവിടെ ഇല്ലല്ലോ. അല്ല മോളെ,
നീ വരുമ്പോ ചോദിക്കണം പറഞ്ഞിരിക്കുക. പിന്നെ സുമതി ചേച്ചി അങ്ങനെ സത്യസന്ധമായിട്ട് പെരുമാറുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി എങ്ങനെയാ ചോദിക്കാൻ വേണ്ടിയിരിക്കുക. എന്നിട്ട് കമ്മലും കാതിലും കഴുത്തിലും എവിടെ പോയി? എത്ര സ്വർണ്ണ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല അച്ഛനും അമ്മയെ? സുമതീച്ച് എന്താ പറയുന്നത്? കാലം മാറിയെന്നറിയില്ലേ? ഇപ്പത്തെ പെൺകുട്ടികളൊന്നും സ്വർണ്ണം ഇട്ട് നിൽക്കൂല. അല്ലേ തന്നെ ഇത്രയും വിലയുള്ള സമയത്ത് സ്വർണ്ണം മുഴുവൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ താലി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? രണ്ട് ഭർത്താക്കന്മാര് കൊണ്ടുപോയ മൂന്നാമക്കൊക്കെ വെച്ച് പണയം വെച്ച് പെൺപിള്ളേർ പറയില്ലല്ലോ. ആര് ചോദിച്ചാലും ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, എനിക്ക് സ്വർണ്ണോടെ ഇഷ്ടമല്ല എന്നുള്ളത്. മോളെ, നിന്റെ ഫ്രണ്ട് ഇല്ല, ആരാണ് റഷീദിന്റെ മോള്, എത്ര സ്വർണം കൊടുത്ത കല്യാണം കഴിച്ചയച്ചത്? ഇപ്പൊ ഒരു തരി പൊന്നില്ലാണ്ട് വന്നിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നിന്നെ പോലെ വീട്ടിലിരുന്ന് കുറ്റി അടിക്കാൻ വേണ്ടി അങ്ങ് വരും. നമ്മളൊരു 10-5 ചോദിക്കുമ്പോ അതിന്റെ മുഖം മുമ്പിൽ കാണുക. എന്നിട്ടിപ്പോ എന്താ പറയുന്നറിയോ? ഇതേപോലെ ഞാൻ ചോദിച്ചു, എന്റെ സങ്കടം കൊണ്ട് മനസ്സിൽ കിടക്കാണ്ട് ചോദിച്ചതാ, എന്റെ സ്വർണ്ണമൊക്കെ എവിടെയെന്ന്. അപ്പോൾ ഷഫ്നി എന്താ പറഞ്ഞറിയോ? എല്ലാം കൊണ്ട് ലോക്കറിൽ വെച്ചിരിക്കുന്നു. കണ്ടില്ലേ? ഇതാണ് ഇപ്പോഴത്തെ പെൺപിള്ളേര്. അവളെ ഭർത്താവിന്റെ വീട്ടിലെ ആവശ്യത്തിന് സ്വത്തും പൊന്നൊക്കെ ഉണ്ട്. അവളെ പൊന്നുകൊണ്ട് ഓർക്ക് ഒരു ആവശ്യമില്ല. അവള് പറഞ്ഞതുപോലെ ലോക്കറിൽ തന്നെ വെച്ചതാ. എന്റെ സുമതിയേച്ചി, തൊഴിലുറപ്പില്ലെങ്കിൽ വേറെ വല്ല പണിക്കും വെക്കൂലെ? നാട്ടുകാരെ കുറ്റം മുഴുവൻ വന്ന് പറയാൻ നടക്കും. ഒരു പണി. നിന്റെ സ്വർണം തൂക്കുന്നൊക്കെ വന്നല്ല, ഞാൻ 10-500 കടം ചോദിക്കാൻ വന്ന. നിന്റെ അമ്മനെ കാണുന്നതിന്റെ പിന്നീട് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അല്ല മോളെ, അമ്മ എവിടെ? ഞാൻ ഇവിടെ നേരം എത്രയായി? അമ്മനെ പുറത്ത് കാണുന്നില്ലല്ലോ. അമ്മ അവിടെ ഇല്ലേ? അമ്മ ഓണത്തിന് സാധനങ്ങളൊക്കെ എടുക്കാൻ പോയതാ. ആ മോളെ, നിന്റെ അടുത്ത് ഭർത്താവ് വളരെ രഹസ്യമായിട്ട് പൈസ എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ ഒരു 500 പിന്നെ തന്നെ സുമതി ചേച്ചിക്ക്, നീ പോകുമ്പോ തരാം. അല്ലെങ്കിൽ രഹസ്യമായിട്ട് പൈസ വെക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. എന്ത് പറഞ്ഞാലും ഭർത്താവ് മേടിച്ചു തരും. പിന്നെ ഞാൻ രഹസ്യമായിട്ട് വെക്കുന്നത്? ഒന്നാമത് പിന്നെ ഫോണിലാണ് പൈസ ഒക്കെ, ഗൂഗിൾ പേ ഒക്കെ ഉള്ളതല്ലേ. ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പോകട്ടെ. അയ്യോ മോളെ, നിന്നെ കുറിച്ച് പറഞ്ഞ നാവങ്ങ് വായിലിട്ടേ ഉള്ളൂ. എന്ത് നല്ല കുട്ടിയാണ്. ഇടയ്ക്ക് വിരുന്ന് വന്നാൽ വിളിക്കാനും പറയാനും സുമതേച്ചിയെ പറഞ്ഞിട്ട് അവിടെ വരുന്നൊക്കെ പറഞ്ഞിട്ട്. മോള് മൃദുവിനെ കാണാൻ വന്നതായിരിക്കും അല്ലേ? എന്റെ സുമതേച്ചി, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിങ്ങളുടെ ഉടായ്പ ഇപ്പോഴും നിർത്താനായിട്ടില്ല അല്ലേ? ഉടായിപ്പോ? ഈ കുട്ടി എന്തൊക്കെയാ പറയുന്നത്? മൃദു, ഇവളെ കുറിച്ച് നമ്മൾ വല്ലതും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മോളെ, എത്ര നല്ല കാര്യം മാത്രം നിന്നെ കുറിച്ച് പറയുള്ളൂ. എത്ര നല്ല മോളാണല്ലേ. അല്ല, ഇനി മക്കളായിട്ടില്ലല്ലേ? അതിനെ കുറിച്ച് നോക്കുന്നില്ല നിങ്ങള്? മക്കളുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളും. നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിയാ പോരെ? എൻ്റെ അടുത്ത് പറയുന്ന പോലെയല്ല, അവളെ നല്ല കിട്ടും. ആ പണ്ടത്തെ നാവിന് ഒരു കുറവും ഇല്ലല്ലേ. വെറുതെ അല്ല ഭർത്താവിന്റെ വീട്ടിലിരിക്കണ്ട, ഇടയ്ക്ക് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അല്ല, അവൻ ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസ മുഴുവനും വാങ്ങുക, ഇവിടെ കൊണ്ട് കൊടുക്കുക, ഇവിടെ കുറച്ച് ദിവസം ഇരിക്കുക, പിന്നെ പോവുക. അവൻ അയക്കുന്ന പൈസ വാങ്ങുക, ഇവിടെ വരെ, ഇവിടെ കുറച്ച് ദിവസം ഇരിക്കുക അല്ലേ? ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും സങ്കടപ്പെട്ടങ്ങ് ഇരുന്നോട്ടെ. മകൻ അയക്കുന്ന പൈസ മുഴുവനും ഭാര്യ വാങ്ങിയിട്ട് പോയിട്ട്. അല്ല, ഞാൻ പറഞ്ഞതല്ല കേട്ടോ, സുമതി ചേച്ചി അങ്ങനെ പറയില്ലേ? ആരൊക്കെയോ അയൽക്കാരൊക്കെ പറയുന്നു കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, പിന്നെ നീ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇവരെ സഹായിച്ച് കുടുംബത്തിനെ പൊക്കി 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 ഉയർച്ചയിൽ എത്തിച്ചിരിക്കുന്ന സമയം ഉണ്ടെങ്കിലേ ഭർത്താവിന്റെ അടുത്ത് പോ, ദുബായിലേക്ക്. അവിടെ പോയൊക്കെ 4 വർഷം 10 വർഷമൊക്കെ ഇരുന്ന മക്കളെ കുട്ടിയൊക്കെ ആവണ്ടേ? പ്രായമൊക്കെ ആയില്ലേ? എന്നാലേ സുമതി ചേച്ചി പോകട്ടെ. അമ്മ വന്നാ പറയട്ടെ മോളെ. ഞാൻ പോയ വഴിക്ക് രണ്ടും കൂടി എന്നെ കുറ്റം പറഞ്ഞു നല്ല ഉറപ്പാ. നീ വാ ഷഫ്ന, വാ. ആ രാവിലെ പൂവിടായിരുന്നു, അപ്പ എഴുന്നള്ളിയതാ ഓരോ ഏഷണിയായിട്ട്. അമ്മ ഉണ്ടായിരുന്നെങ്കിലേ നല്ല ചീത്ത പറഞ്ഞു വിടുകയായിരുന്നു. ഉമ്മ പറഞ്ഞു നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ നിന്നൊന്ന് കണ്ടു പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഈ സ്ത്രീ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭാഗത്തേക്ക് തന്നെ വരില്ലായിരുന്നു. ആടി, ഞാൻ 2 ദിവസമായി വന്നിട്ട്. ഞാനും ആ പെണ്ണുങ്ങളെ മുന്നിലേ പോകാറില്ല. കണ്ടു കഴിഞ്ഞാൽ ഓരോ കുറ്റേഷണയും മാത്രം. അല്ലെങ്കിൽ ഒരാവശ്യത്തിനൊന്നും വന്നതല്ല, വെറുതെ നാട്ടുകാരെ കുറിച്ച് അതും ഇതും പറയാൻ വേണ്ടി എഴുന്നള്ളിയത് അങ്ങോട്ടേക്ക്. അമ്മ അവിടെ ഇല്ലാണ്ടായിപ്പോയി. വെറുതെ അല്ല അവർ ഈ ദാരിദ്ര്യത്തിൽ തന്നെ കിടക്കുന്നത് അല്ലേ? പണ്ട് തൊട്ടേ ഇങ്ങനെയല്ലേ? മഴയില്ലായിരുന്നു, നല്ല വെയിലുണ്ട്. വെയിൽ നോക്കിയപ്പോ ശരിയാവില്ല. കച്ചവടത്തിന് പോട്ടെ. അയ്യാന്ന് പറഞ്ഞിട്ടിരുന്ന ആരാ നമുക്ക് 10 രൂപ കൊണ്ട് തരേ? കച്ചവടം കിട്ടിയാൽ മതിയായിരുന്നു.
എന്താ ചേച്ചി? മോളെ ഞാനേ കുറച്ച് ചുരിദാറും സാരിയൊക്കെ എടുത്തിട്ട് കച്ചവടത്തിന് വന്നതാ. മോൾക്ക് എന്തെങ്കിലും വേണോ? നല്ല നല്ല സെലക്ഷൻ ആയിട്ടുണ്ട്. മോള് നോക്കിക്കോ, ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കണ്ട. നോക്കാം. ഞാനൊക്കെ ടൗണിൽ നിന്ന് എടുക്കുക, അതാണ്. ഒന്ന് നോക്കു മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരെണ്ണെങ്കിലും എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കണ്ട. ഇപ്പൊ തൊഴിലുറപ്പൊന്നും ഇല്ല മോളെ, പിന്നെ വെറുതെ വീട്ടിലിരിക്കണ്ടേ, ഒന്നിനും ചെലവിന് പൈസ ഇല്ല. അങ്ങ് കച്ചവടത്തിന് ഇറങ്ങിയതാ. അമ്മേ, എന്താ മോളെ? തുണി വിൽക്കാൻ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? അമ്മയ്ക്ക് ഇപ്പൊ ഒന്നും വേണ്ട മോളെ, നമ്മളല്ലേ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത്. നോക്കി നോക്ക്. പിന്നെ ഒന്നും ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ, ഇത് പുതിയ ആൾക്കാരാന്നല്ലോ. അതാ ഞാൻ നോക്കുന്ന. അമ്മേ, ചേച്ചി എവിടുന്നാ വരുന്നത്? എന്റെ വീട് കൊയിലാണ്ടിയാ. വീരാണ്ടിയാ? ആ, ഞാൻ ആദ്യമായിട്ട് ഈ വഴിവിടക്ക് വരുന്നത്. ഓണമല്ലേ, അപ്പൊ ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങിയതാ. ഇതുവരെ അങ്ങനെ കച്ചവടത്തിനൊന്നും പോയിട്ടില്ല. ഇല്ല, ആദ്യമായിട്ട് ഇറങ്ങിയതാ? ആദ്യമായിട്ട് തൊഴിലുറപ്പിനായിരുന്നു പോയത്. ഇപ്പൊ തൊഴിലുറപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ വെറുതെ വീട്ടിലിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും 10 രൂപ വേണം പറഞ്ഞാൽ ആര് തരാനാ? അപ്പൊ അങ്ങ് ഇറങ്ങിയതാ. ഭക്ഷണം കഴിക്കുന്നു? ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ ഇറങ്ങിയത് ചേച്ചി. ആ, എന്തെങ്കിലും വേണോ? തുണി നോക്കട്ടെ, അമ്മ വേണേ നോക്കിക്കോ. തുണി മോളൊന്നെടുത്തോ. നല്ല നല്ല ചുരിദാറുകളുണ്ട് മോളെ. ഇതാ ടോപ്പ്. അമ്മയ്ക്കല്ലേ മോള് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നത്? ഇത് മോളെ ടോപ്പ്. ഇതിനൊക്കെ എന്താ വില? ഇതിന് 300 രൂപ. ആ, അതിന് 300. ആ, ഇത് 700. ഇത് ഞാൻ അധികം വിലയുള്ളതൊന്നും എടുക്കലില്ല. ഇത് കണ്ടോ, അതിൽ 700. പിന്നെ സാരി ഉണ്ട്. തൽക്കാലം എനിക്ക് വേണ്ട അമ്മേ. അമ്മ വേണമെങ്കിൽ ഒരു സാരി മേടിച്ചൊരു വില കുറവിന്റെ. പോയി മേടിക്കാലോ. എന്തെങ്കിലും ഒന്നെടുക്കുവോ? ഇപ്പം വേണ്ട, ഇതെല്ലാ കളറും ഇവിടെ ഉണ്ട്. മോളെ ഇതെന്തെങ്കിലും ചേച്ചി വേണ്ട ചേച്ചി, എല്ലാ കളറും ഇവിടെ ഉണ്ട്. കളറൊക്കെ ഇവിടെ ഉണ്ട്. ഇതാരാ? മോന്റെ ഭാര്യ. മോന്റെ ഭാര്യ. അതാ ഒരു കുട്ടിയില്. ഒരു കുട്ടി. വേണ്ട, രണ്ടാൾക്കൊന്നും വേണ്ട. വേണ്ട അല്ലേ? മോക്ക് വേണ്ട. ഒരു കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പോയി എടുത്താ. ആണോ? അതല്ലേ, ഇനിയിപ്പൊ ഈ വഴി. അല്ല, വെള്ളം അങ്ങനെ എടുക്കട്ടെ? വേണ്ട, വെള്ളം ഒന്നും വേണ്ട. ഇത് എന്തെങ്കിലും വിറ്റിട്ട് വേണം വേഗം പോകണമെങ്കിൽ. മൂപ്പർക്ക് സുഖമില്ല, തെങ്ങിന്ന് വീണിട്ട്. സുഖം മക്കളൊന്നും സഹായിക്കൂല? അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട്? മക്കള് ഇപ്പൊ അങ്ങനെ സഹായിക്കാൻ മാത്രമൊന്നുമില്ല. അവർ 2 ആൺകുട്ടികളാ. 2 വീട് കെട്ടി അവർ വേറെ താമസം പോയി. അപ്പൊ ഞാനിങ്ങനെ തൊഴിലുറപ്പും ഓരോ പണിക്കൊക്കെ വീട്ടു പണിക്കൊക്കെ പോകുന്ന കാരണമാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകണം. മൂപ്പര് കുറേ ആയി വീണിട്ട്. ഇപ്പൊ അതൊന്നും വീട്ടുപണിക്കും പോകാൻ അങ്ങനെ ആവുന്നില്ല. അത് രാവിലെ വൈകുന്നേരം വരെ നിൽക്കണം. അപ്പൊ പിന്നെ ഇതാണെങ്കിൽ 10-11 മണിയാകുമ്പോൾ മൂപ്പർക്ക് മരുന്നൊക്കെ കൊടുത്ത് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇനിയിപ്പോ ഞാനൊരു വിറ്റ് കഴിഞ്ഞാൽ എപ്പൊ 2 വിറ്റ് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഞാൻ വേഗം വീടെത്തും. മൂപ്പർക്ക് കഞ്ഞി എന്തൊക്കെ കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകട്ടെ. അപ്പൊ അവരൊന്നും അങ്ങനെ തരില്ല. പിന്നെ അവർ ചോദിക്കാനും ഞങ്ങൾ നിൽക്കലില്ല. കുറച്ച് മരുന്ന് വാങ്ങിയിട്ട് അങ്ങ് പോകണം. ഞാൻ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും വിറ്റിട്ട് വരാ പറഞ്ഞിട്ട് വന്നത്. അപ്പൊ തന്നെ സമയം ഒരുപാടായി. എന്താ മോളെ, അപ്പോഴെ 10-200 രൂപ ചെറിയൊരു ടോപ്പ് ഉണ്ട്. അത് 300 രൂപയാണ്. അപ്പൊ അവരെ കുട്ടി ഇതോടെ പാവപ്പെട്ട വീട്ടിലെ കയറി. അപ്പൊ പൈസയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എനിക്ക് തുണിയും വേണം. അപ്പൊ ഞാൻ കുട്ടി കിട്ടിയ പൈസക്ക് ഒരെണ്ണം കൊടുത്തത്, അത് മതിയെന്ന് പറഞ്ഞിട്ട് 200 രൂപ അത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 10-200 രൂപയും കൂടി എങ്ങനെ 200 രൂപയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പർക്ക് മരുന്ന് വാങ്ങിട്ട് പോകാൻ പറഞ്ഞിട്ടാ. ഈ വഴിക്ക് എവിടേക്കും പോയാൽ വെക്കുകയായിരിക്കും അല്ലേ? അമ്മ, ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല. ആ ചേച്ചി വയൽ കൂടി വരുന്ന ഞാൻ മുകളിൽ കണ്ടതാ. ഇത്തരം ഡ്രസ്സുകളൊന്നും വാരി വലിച്ചിട്ട് ഒറ്റ ഡ്രസ്സ് പോലും എടുത്തില്ല. പോലെ അവസ്ഥയൊക്കെ അവരോട് പറഞ്ഞതല്ലേ. അത് സാരമില്ല മോനെ, അവർക്ക് വേണമെങ്കിലല്ലേ എടുക്കുക. അമ്മയും ചെയ്യാം. അവർക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞു, എടുത്തുന്നല്ലേ പറഞ്ഞു. പിന്നെ വെറുതെ എന്തിനും എടുത്തു പോയിട്ടുന്നല്ലേ, എടുത്തതല്ലേ, സാരമില്ല. ചേച്ചി പോവല്ല. ചേച്ചി അതിൽ സാരി ഉണ്ടോ? സാരി ഉണ്ട് മോനെ. സാരി ഉണ്ടെങ്കിൽ അമ്മയ്ക്കൊരു സാരി കൊടുത്തോ. വേണോ? ചേച്ചി സാരിക്ക് എന്താ വില വരുന്നത്? അതിന് 500 രൂപ. 500 രൂപ അല്ലേ? ചേച്ചി പൈസ. ശരി അമ്മ, ഞാൻ പോട്ടെ. ശരി.
ഇതാരാ തുണി വെക്കാനാ? അത് പഞ്ചായത്തിന്റെ വീട്ടിൽ കേറിയല്ലോ. തുണിക്കാരത്തിയല്ലേ അത്? മോളെ ഇറങ്ങി വാ, കൊണ്ടാക്കിത്തരാ. ഞാനൊന്ന് പോയി നോക്കട്ടെ, വാതിൽ അടച്ചിട്ടുണ്ടോ എന്താ ആർക്കറിയാം. അടക്കടക്കട്ടെ. അച്ഛാ വന്നു. ആരാ? ഏട്ടാ, ഞാൻ തുണി കൊണ്ടുവന്നതാ. ഡ്രസ് എന്തെങ്കിലും വേണോ? തുണിയൊക്കെ കൊണ്ടുവന്നതാ? മഞ്ചേ മഞ്ചേ, നീ ഇവിടെ വാ. എന്താ? ആ, തുണി കൊണ്ടുവന്നതാ. നോക്കട്ടെ. അയ്യോ, ഞാൻ ഈ മോളെന്ന് അത്തോളിന്ന് കണ്ടിട്ടുണ്ടല്ലോ. മോളെ, എന്റെ അടുത്ത് സാരി എടുത്തില്ല നിങ്ങള് അമ്മയ്ക്ക് പറഞ്ഞിട്ട്? മോളല്ലേ അത്? ആ, ഇവളെ അത്തോളിലെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോകാൻ നിക്കുക. അത് ശരിയാ മോളെ. അപ്പൊ അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ ഇവര് തുണിയും കൊണ്ട്? ആ ചേച്ചി, ഞാൻ മുഖം മറന്നുപോയി. അമ്മ അന്ന് ഏട്ടന്റെ വീട്ടിലുള്ള സമയത്തെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുത്തെ അമ്മയ്ക്ക് ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്തെങ്കിലും ഡ്രസ്സ് വേണോ? ചുരിദാറും സാരിയും മാക്സിയും എല്ലാം ഉണ്ട്, സെറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. എവിടെ നോക്കട്ടെ. നോക്കട്ടെ. സ്മൃതി ചേർന്നു. ഓ, സുമതി എത്തിയല്ലേ മോളെ. ഓ സുമതി എത്തിയല്ലേ മോളെ. അവള് വരാതിരിക്കുക. അവൾക്ക് 1000 കണ്ണ്. ആരാ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, ആരാ പോകുന്ന പറ്റി ഇങ്ങനെ നോക്കിയിരിക്കുക. തുണി എടുക്കല്ലേ? എങ്ങനെ കണ്ടോ എന്തോ, കണ്ടിട്ട് ബാക്കിൽ വന്നതായിരിക്കാം. മോളെ നോക്കി. ചേച്ചി സാരി വേണോ? ആ, നോക്കട്ടെ, എടുക്കും മോളെ. ഇതാ സെറ്റ് സാരി ഉണ്ട്, സാരി ഉണ്ട് മോളെ. കുറച്ച് ഇത് വിലയുള്ള സാരി, അതെടുത്ത്. ഇത് നല്ല സാരി അമ്മേ, ഇത് അമ്മയ്ക്ക് നല്ല ചേരും. ആ, ഇത് നല്ല കുറച്ച് നല്ല സാരി ചേച്ചി. ഇതെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇടാ മോളെ. അതെ, ഞാൻ പരിപാടിയൊക്കെ ഇട്ടിട്ട് പോവാ. എവിടെ നോക്കട്ടെ. അമ്മ വേണം ഇതെടുത്തോ. അമ്മ നോക്കൂ സാരി. ആ, ഇത് വലിയ കുഴപ്പമില്ലല്ലേ മോളെ. എന്നാ പിന്നെ ഇതൊന്നും എടുക്കാം. എത്ര പൈസ ചോദിക്കും. പിന്നെ ഇതുണ്ട്, പിന്നെ സെറ്റ് മുണ്ടുണ്ട് ചേച്ചി. സെറ്റ് മുണ്ട് വേണമെങ്കിൽ അതെടുത്തോളെ. നല്ല ടോപ്പ് ഉണ്ട് കേട്ടോ. ഇതാ മോൾക്ക് പറ്റുമോ നോക്കണേ. ഇത് അങ്ങനെ ഒരു ടോപ്പ് കൊടുക്കാം. ആ, ഒരു ടോപ്പ് കൊടുക്കുന്ന. പിന്നെ ഇത് ഞാൻ അന്ന് കാണിച്ചില്ലേ, അതാ. ആ ചേച്ചി, ഈ ഒരു ടോപ്പും ഈ സാരി മതിയോ മോളെ? അത് രണ്ടും മാത്രം മതിയോ? ആ ചേച്ചി, ഇത് മതി. മതി അല്ലേ? അച്ഛാ പൈസ എവിടെ അച്ഛാ? ആ ചേച്ചി. എന്നാ ശരി മോളെ. ചേച്ചി ശരി. ചേച്ചി എന്നാ ശരി. ഇനി ആ ഭാഗത്തേക്കൊക്കെ ഇറങ്ങി കേട്ടോ. ആ, വരാട്ടെ, വരാം മോളെ. എന്നാ ശരിയേ. പാവം ചേച്ചി അമ്മേ, അന്ന് അവിടെ വന്നപ്പോ ഒരുപാട് കരഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്ന സ്ത്രീയാ അത്. തന്നെ? അയ്യോ, ഭർത്താവാണെങ്കിൽ തെങ്ങുന്നെങ്ങാണ്ട് വീണിട്ട് അങ്ങനെ. പിന്നെ 2 മക്കളുള്ളതാണെങ്കിൽ നോക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടാ. നമ്മളൊക്കെ സ്വർഗത്തിലാ അത് വെച്ച് നോക്കുമ്പോ. അയ്യോ, എന്നാ പിന്നെ ഞാൻ 2 കൂടി എന്തെങ്കിലും എടുത്തന്നെ മോളെ. ഇത് നേരത്തെ അറിഞ്ഞതാണെങ്കിൽ അത് സാരമില്ല, ഇനി വരുമ്പോ എടുക്കാം അല്ലേ? അങ്ങനെയാ വേണ്ടത്. അധ്വാനിച്ച് ജീവിക്കുക അല്ലേ? ഇതിപ്പോ തൊഴിലുറപ്പില്ലാന്ന് പറഞ്ഞ് പണിക്ക് വേണ്ടി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? തൊഴിലുറപ്പിന് പോകുന്നവരവര്? ആ, തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ശരി, അത് നന്നായി എന്തായാലും കച്ചവടത്തിന് ഇറങ്ങിയത്. മോളെ, എന്റെ അമ്മേ, ഈ ആരാന്റെ വീട്ടിൽ എന്താ നടക്കുന്നേ, അവിടെ എന്താ, അവിടെ ആര് വരുന്നു, എന്ത് പോകുന്നു, ഇങ്ങനെയൊക്കെ അന്വേഷിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ആ ആരോഗ്യം വെച്ചൊരു ജോലി എടുത്ത് അഭിമാനത്തോടെ നിന്നൂടെ? അതാ ഞാനും പറയുന്നു അല്ലേ. ഈ തൊഴിലുറപ്പില്ലെങ്കിൽ വേറെ പണി, വേറെ പണിയില്ലെങ്കിൽ വേറെ പണി. നമ്മുടെ നാട്ടിലാ ജീവിക്കാൻ പറ്റാത്തത്. അല്ല സുമതിയെ? അല്ല സുമതി, നിന്റെ കയ്യിലെന്താ സാരി?
ഇതപ്പോ എടുത്തോ? ഏതാ സാരി ഇവരുടെ അടുത്ത്? അമ്മേ, നമ്മൾ ഈ ചുവപ്പ് സാരി ആ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ പക്ഷെ എടുത്തിട്ടുമില്ല. എന്റെ മോളെ, ദൈവമേ. അയ്യോ ആ പാവം ഈ വേഗ വെയിലത്ത് നീ എന്ത് പണിയാ സുമതി ചെയ്തത്? മോളെ ചേച്ചി പോയിട്ടുണ്ടാവോ? ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഒന്ന് നോക്ക് നോക്ക്, എന്ത് പണിയാ സുമതി ചെയ്തത്? നീ തുണിയങ്ങ് തന്നെ. അയ്യോ ഇത് ഞാൻ എടുത്തതല്ലേ മഞ്ചേച്ചി, ഇത് എന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്റെ കയ്യില്? ആരെടുത്തതെന്ന്? അയ്യോ ഞാൻ അങ്ങനെ ചെയ്യുന്നവളാണോ? ഇത് എങ്ങനെ എന്റെ കയ്യിൽ അറിയാതെ വന്നതാ? ഇതെങ്ങനെയാ അറിയാണ്ട് സാരി നിന്റെ കയ്യിൽ വരിക? സുമതി നീ ഇങ്ങനെ കള്ളത്തരം ചെയ്യണ്ട കേട്ടോ. നിന്നെ ഇനി വീട്ടിൽ ഞാൻ കയറ്റില്ല, ഇതോടെ വിട്ടോ. ഇനിയിപ്പോ അവര് പറയാൻ ഞങ്ങളായിരിക്കും പറയുക ഞങ്ങൾ അടിച്ചു മാറ്റി എന്നുള്ളത്. നീ ഇങ്ങനെ ബാക്കിൽ മറിഞ്ഞ് കാണാണ്ട് നിന്നതല്ലേ, നിന്നെ അവർ കണ്ടിട്ടില്ലല്ലോ. അതിപ്പോ എന്താ വഞ്ചേച്ചിയെ, ഇതിപ്പോ എങ്ങനെയോ അറിയാണ്ട് എന്റെ കയ്യിൽ വന്നു, ഞാനങ്ങ് എടുത്തു. എന്നൊരു കാര്യം ചെയ്യേ, ഇതിന് പൈസ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം. അമ്മേ, ചേച്ചിനെ കാണാനില്ല. ചേച്ചി അങ്ങ് എത്തിയെന്ന് തോന്നുന്നു, വഴിയിലൊന്നും ഇല്ല. വനജേച്ചിയെ ഇതിപ്പോ അത്ര വലിയ അങ്ങ് സീനാക്കാനൊന്നുമില്ല. ഓണം അല്ലേ വരുന്നത് മോളെ, ഇപ്പൊ ഓണം ആകാറായില്ലേ. 5ന്റെ പൈസ കയ്യിലില്ല, എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാനോ എന്തിനെങ്കിലും. പിന്നെ നമ്മൾ അയൽക്കാരല്ലേ, തുണി വെക്കാൻ അവൾ എവിടെയോ കിടക്കണവള്. നിങ്ങൾക്ക് അവളോട് ഇത്ര സ്നേഹം? എനിക്ക് സാരി വാങ്ങി ചോദിച്ചൂടെ? ഞങ്ങൾ എടുത്തായിരുന്നേ. നീ എന്ത് പണി ചെയ്ത്? സുധാകരേട്ടൻ വേണം നിങ്ങൾ ചോദിച്ചാൽ തരികയായിരിക്കും. പക്ഷെ ഈ നാട് മുഴുവനും കടം വാങ്ങി നടക്കുന്ന ശീലവും ഇല്ലേ, അത് സുമതിക്കില്ല. സുമതി പണ്ടേ തുടങ്ങി അങ്ങനെ പഠിച്ചിട്ടില്ല. നേരെ വാ നേരെ പോ, അങ്ങനെയാണല്ലോ നമുക്ക് അറിയാണ്ട് ഓരോ സാധനങ്ങൾ അങ്ങനെ കയ്യിൽ വരുന്നത്. നമ്മളെ പോലെ കള്ളത്തരോ ചതിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് കിട്ടില്ല വിചാരിച്ച പോലെ. സുമതി നീ ഇപ്പൊ പോകാൻ നോക്ക്. അങ്ങനെയൊന്നും പറഞ്ഞ് സുമതിനെ കള്ളത്തിയാക്കണ്ട. സുമതി അങ്ങനെയുള്ളവളൊന്നും അല്ല. സുഹൃത്തെ നിങ്ങൾ മോളെ കൊണ്ട് വിട്ടിട്ട് വരും. വലിയത് കാര്യം അപ്പൊ ഇതിന്. ഇതെന്താ ഈ തേങ്ങ ആർക്കും വേണ്ടേ ഓണമായിട്ട്?